നമ്മൾ നാട്ടിൽ നിന്ന് മാറി വേറെ സ്ഥലത്ത് താമസിച്ചിട്ട് തിരിച്ച് നാട്ടിലോട്ട് ലീവിന് വരുമ്പോൾ ഈ കിട്ടുന്ന ലീവ് ഉണ്ടല്ലോ പടപടയിൽ അങ്ങ് തീരുമല്ലേ. ഓരോ ദിവസവും നമുക്ക് ടാസ്കുകൾ നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ടാവുമല്ലേ. ഡെയിലി നമ്മൾ ബിസി ആയിരിക്കും, ഡെയിലി ചിലപ്പോൾ ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ അതേപോലെ ഞാൻ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തോട്ട് ട്രാവൽ ചെയ്യുവാണ്. നമ്മൾ ബംഗാളിൽ നിന്ന് വന്ന സമയത്ത് സച്ചു നേരെ സച്ചുവിൻ്റെ വീട്ടിൽ ട്രിവാൻഡ്രത്തോട്ടും ഞാൻ നേരെ എൻ്റെ വീട്ടിൽ എറണാകുളത്തോട്ടുമാണ് വന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, എനിക്കാണെങ്കിൽ വീട്ടിൽ അമ്മേനെയും ചേച്ചീനെയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് മിസ് ചെയ്തിട്ട് അവരെ കണ്ടോളാൻ വയ്യാന്നുള്ള മട്ടിലായിരുന്നു. സച്ചുവിനാണെങ്കിലും അവിടെ വീട്ടിൽ ട്രിവാൻഡ്രത്ത് അച്ഛനമ്മേനെയും പെട്ടെന്ന് പോയി കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് രണ്ടുപേരും രണ്ട് സ്ഥലത്തോട്ട് പോയത്. കാണാതിരുന്ന് നമ്മുടെ വീട്ടുകാരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഞങ്ങളിതേ ട്രെയിൻ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് സച്ചു പറഞ്ഞ കാര്യം, നിന്നെ കാണാൻ വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതിമനോഹരമായിട്ട് എന്നെ വെൽക്കം ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ആളെ കണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഷീന എന്നാണ് ചേച്ചിയുടെ പേര്. ഇവിടെ വീഡിയോസ് ഒന്നുപോലും ഇടാതെ ആൾ കാണുന്നുണ്ടെന്ന് ആളുടെ സംസാരത്തിൽ നിന്ന് ആളുടെ സ്നേഹത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഇതേ മാംഗോസ്റ്റീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാംഗോസ്റ്റീൻ നമ്മുടെ പൊന്നൂസിൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ. പൊന്നൂസ് ഇപ്രാവശ്യം നമ്മുടെ കൂടെ ട്രിവാൻഡ്രത്തിന് വന്നിട്ടുണ്ട്, ചേച്ചിയുടെ മോളാണ്. അപ്പോൾ വെക്കേഷനൊക്കെ കഴിയുന്നതിന് മുന്നേ എൻ്റെ കൂടെ ഒന്ന് വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിലും അപ്പോൾ അവളെ മിസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാൻ പോകുന്നപ്പോൾ ആളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. പൊന്നൂസിന് AC അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു ട്രെയിനിലിരുന്നപ്പോൾ. അങ്ങനെ ചൂട് മാറ്റാൻ ഒരു ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ നേരെ സച്ചുവിൻ്റെ വീട്ടിലേക്ക് പോന്നു കേട്ടോ.